പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. സമയനിർണയത്തിനായി ഓരോ രാജ്യവും ഒരു നിശ്ചിത രേഖാംശരേഖയെ മാനക രേഖാംശരേഖയായി പരിഗണിക്കുന്നു. എന്തുകൊണ്ട്? ഓരോ രേഖാംശരേഖയിലും വ്യത്യസ്ത പ്രാദേശിക സമയമായിരിക്കും ഉള്ളത്. ഒരു രാജ്യത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങൾക്ക് വ്യത്യസ്ത സമയമായാൽ അത് ഒട്ടേറെ ആശയക്കുഴപ്പങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകും. അതിനാൽ രാജ്യത്തിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശരേഖയെ മാനക രേഖാംശരേഖയായി പരിഗണിക്കുന്നു. ഈ രേഖയിലെ പ്രാദേശിക സമയം രാജ്യത്തെ സ്റ്റാൻഡേർഡ് സമയമായി കണക്കാക്കുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മാനക രേഖാംശരേഖ എന്ന് പറയുന്നത് 82.5 ഡിഗ്രി രേഖാംശരേഖയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മാനക രേഖാംശരേഖയായി അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഈ 82.5 ഡിഗ്രി വരുന്ന രേഖാംശരേഖയെ അടിസ്ഥാനമാക്കിയാണ് നിർണയിക്കപ്പെട്ടിട്ടുള്ളത്. സമയനിർണയത്തിൽ ഗ്രീനിച്ച് രേഖ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നീ രേഖാംശരേഖകളുടെ പ്രാധാന്യം വിശദമാക്കുക. ഗ്രീനിച്ച് രേഖ ലോക സമയനിർണയത്തിനുള്ള അടിസ്ഥാനമായി കണക്കാക്കുന്നു. 0 ഡിഗ്രി രേഖാംശരേഖയാണ് ഗ്രീനിച്ച് രേഖ. ഇത് കടന്നു പോകുന്നത് ലണ്ടനിലെ വാന നിരീക്ഷണശാലയുടെ മുകളിലൂടെയാണ്. ആ സ്ഥലത്തിൻ്റെ പേരനുസരിച്ചാണ് ഇതിന് ഗ്രീനിച്ച് രേഖ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ 180 ഡിഗ്രി രേഖാംശരേഖ കരഭാഗങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായും സമുദ്രത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നു. ഈ രേഖയുടെ ഇരുവശങ്ങളിൽ 24 മണിക്കൂറിൻ്റെ സമയവ്യത്യാസം രേഖപ്പെടുത്തുന്നു. ഇന്ത്യയിലെ 4 മെട്രോപൊളിറ്റൻ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിൽ വസിക്കുന്ന കുട്ടികളിൽ ആരാണ് ആദ്യം ഉദയസൂര്യനെ കാണുക? ഉത്തരം കൊൽക്കത്ത. 30 ഡിഗ്രി രേഖാംശ വ്യാപ്തിയുള്ള ഇന്ത്യൻ ഭൂപ്രദേശം സൂര്യന് മുന്നിലൂടെ കടന്നു പോകാൻ എത്ര സമയം വേണം? 1 ഡിഗ്രി വ്യാപ്തിയുള്ള ഭൂപ്രദേശം സൂര്യന് മുന്നിലൂടെ കടന്നു പോകാൻ ആവശ്യമായ സമയം 4 മിനിറ്റാണ്. 30 ഡിഗ്രി ഭൂപ്രദേശം കടന്നു പോകാൻ വേണ്ട സമയം 30 × 4 120 മിനിറ്റ് അഥവാ 2 മണിക്കൂർ സമയം ആവശ്യമാണ്. ഗ്രീനിച്ച് രേഖയെ പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കുന്നതെന്തുകൊണ്ട്? ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെവിടെയുമുള്ള സമയം നിർണയിക്കുന്നത്. 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശത്തെ ഇന്ത്യയുടെ മാനക രേഖാംശരേഖയായി കണക്കാക്കുന്നത് എന്തുകൊണ്ട്? ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി കിഴക്ക് വരെയാണ്. മധ്യരേഖാംശം 82.5 ഡിഗ്രി കിഴക്കാണ്. അതുകൊണ്ടാണ് 82.5 ഇന്ത്യയുടെ മാനക രേഖാംശരേഖയായി കണക്കാക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? എ. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ബി. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുന്നു. സി. ഒരു മണിക്കൂറിൽ ഭൂമിയുടെ 4 ഡിഗ്രി രേഖാംശ രേഖാപ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഡി. സൂര്യോദയം അനുഭവപ്പെടുന്നത് കിഴക്ക് ദിക്കിലാണ്. ഉത്തരം സി. ഒരു മണിക്കൂറിൽ ഭൂമിയുടെ 4 ഡിഗ്രി രേഖാംശരേഖാ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് തെറ്റാണ്. ഒരു മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശരേഖാ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഋതുവ്യത്യാസങ്ങൾ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ഏത് അക്ഷാംശീയ മേഖലയിലാണ്? ഉത്തരം മീതോഷ്ണ മേഖല. ഉഷ്ണകാലത്തിനും ശൈത്യകാലത്തിനുമിടയിലെ 2 പരിവർത്തന കാലങ്ങൾ ഏതെല്ലാം? വസന്തകാലം, ഹേമന്തകാലം. സസ്യങ്ങൾ ഇലപൊഴിക്കുന്നത് ഏത് ഋതുവിലാണ്? ഉത്തരം എ ശൈത്യം, ബി വസന്തം, സി ഗ്രീഷ്മം,
ഡി ഹേമന്തം. ഉത്തരം ഹേമന്തം. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? എ വസന്തം, ബി ഗ്രീഷ്മം, സി ഹേമന്തം, ഡി ശൈത്യം. ഉത്തരം ബി ഗ്രീഷ്മം. താഴെ കൊടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എവിടെയാണ്? എ സെപ്റ്റംബർ 23, ബി ജൂൺ 21. എ ഉത്തരം ഭൂമധ്യരേഖ, ബി ഉത്തരായന രേഖ. താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഭൂമി ആവശ്യമായ സമയം എന്നാണ് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. 15 ഡിഗ്രി ഭ്രമണം പൂർത്തിയാക്കുന്നു. എ ഡാഷ് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നു. ബി ഡാഷ് ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നു. സി ഡാഷ്. ഒരു 15 ഡിഗ്രി ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം 1 മണിക്കൂർ. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം 24 മണിക്കൂർ. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം 365 ദിവസവും 6 മണിക്കൂർ. ഗ്രീനിച്ച് സമയത്തിൽ നിന്നും 7 മണിക്കൂർ കൂടുതൽ സമയവ്യത്യാസമുള്ള ഒരു സ്ഥലത്തിൻ്റെ രേഖാംശം കണ്ടെത്തുക. 1 ഡിഗ്രി രേഖാംശം = 4 മിനിറ്റാണ് വരുന്നത്. 15 ഡിഗ്രി ആണെങ്കിൽ 1 മണിക്കൂർ. 15 × 7 = 105 ഡിഗ്രി കിഴക്കായിരിക്കും ഉത്തരം. 0 ഡിഗ്രി രേഖാംശ രേഖയിൽ നിന്നും ഗീതുവും ഗോപുവും യഥാക്രമം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 10 ഡിഗ്രി വീതം സഞ്ചരിച്ചു. അവർ നിൽക്കുന്ന സ്ഥലങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ്? ഇവർ തമ്മിലുള്ള രേഖാംശ വ്യത്യാസമാണ് ആദ്യം കണ്ടെത്തേണ്ടത്. 10 + 10 20 ഡിഗ്രി ആകുന്നു. 1 ഡിഗ്രി രേഖാംശത്തിന് 4 മിനിറ്റ് സമയവ്യത്യാസമുണ്ട്. അങ്ങനെയെങ്കിൽ 20 × 4 80 മിനിറ്റ്, അഥവാ 1 മണിക്കൂറും 20 മിനിറ്റിൻ്റെയും സമയവ്യത്യാസം കണ്ടെത്താൻ കഴിയും. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് മൂലം ഭൂമിയിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രതിഭാസം എഴുതുക. അയനം, കാലാവസ്ഥാ വ്യതിയാനം, താപനിലയിലെ വ്യത്യാസം. മണിപ്പൂരിൽ ഓഫീസ് സമയം ആരംഭിക്കുന്നത് രാവിലെ 8 മണിക്കാണ്. ഇതിൻ്റെ ഭൂമിശാസ്ത്ര കാരണം എന്താണ്? മണിപ്പൂർ ഒരു കിഴക്കൻ സംസ്ഥാനമാണ്. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പകൽ നേരത്തെ ആരംഭിക്കുകയും നേരത്തെ ഇരുട്ടുകയും ചെയ്യുന്നു. പ്രാദേശികമായ ഈ സമയ വ്യത്യാസം പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. പിന്നീട് ഇവിടെ ഭൂമിയുടെ ഭ്രമണവും ഭ്രമണഫലങ്ങളുമാണ് വിശദീകരിക്കേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ ഏതാണ് ശൈത്യ അയനാന്ത ദിനം? എ സെപ്റ്റംബർ 23, ബി മാർച്ച് 21, സി ഡിസംബർ 22, ഡി ജൂൺ 21. ഉത്തരം ഡിസംബർ 22. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവയുടെ മുകളിലായിരിക്കുമ്പോൾ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഋതുക്കൾ ഏതൊക്കെയായിരിക്കും? ഉത്തരായന രേഖയിലായിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഗ്രീഷ്മവും ദക്ഷിണായന രേഖയിലായിരിക്കുമ്പോൾ ഇന്ത്യയിൽ ശൈത്യവുമായിരിക്കും. ഭൂമിയിൽ വ്യത്യസ്ത ഋതുക്കൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ടിൻ്റെ ചെരിവ്, അച്ചുതണ്ടിൻ്റെ സമാന്തരത. ഇന്ത്യയുടെ കിഴക്കൻ മേഖലകളിൽ സൂര്യോദയം ഉണ്ടായി ഏകദേശം 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് കേരളത്തിൽ സൂര്യോദയം ദൃശ്യമാകുന്നത്. എന്താണ് ഇതിന് കാരണം? ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് രേഖാംശ വ്യാപ്തി കൂടുതലാണ്. ചെടികൾ തളിർക്കുന്നു, പുഷ്പിക്കുന്നു. ഇവ സാധാരണയായി ഏത് ഋതുവിലാണ് സംഭവിക്കുന്നത്? വസന്തകാലം. വീണ, രവി എന്നീ കുട്ടികൾ തയ്യാറാക്കിയ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് ചിത്രമാണ് ശരി? എന്തുകൊണ്ട്? ഇതാണ് വീണയും അതുപോലെ രവിയും തയ്യാറാക്കിയ ചിത്രം. ഒന്നാമത്തെ ചിത്രം വീണ തയ്യാറാക്കിയതാണ്. അതിൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ചുവന്ന കളർ ഉപയോഗിച്ച് വളച്ചു വരച്ചിരിക്കുന്നു. രണ്ടാമത്തത് രവി തയ്യാറാക്കിയതാണ്. അതിൽ നേർരേഖയായിട്ടാണ് വരച്ചിട്ടുള്ളത്. നമുക്ക് ഉത്തരം പരിശോധിക്കാം. ഉത്തരം വീണ തയ്യാറാക്കിയ ചിത്രമാണ് ശരി. കാരണം അന്താരാഷ്ട്ര ദിനാങ്ക രേഖ നേർരേഖയല്ല. ഈ രേഖ ഒരു രാജ്യത്തു കൂടി കടന്നു പോകുമ്പോൾ രേഖയുടെ ഇരുവശങ്ങളിലും വ്യത്യസ്ത ദിവസങ്ങളായിരിക്കും. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ മുറിച്ച് കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ എന്തു മാറ്റം വരുത്തണം? എ ഒരു ദിവസം കൂട്ടും, ബി ഒരു ദിവസം കുറക്കും,
സി 12 മണിക്കൂർ കൂട്ടും. ഡി ഇവയൊന്നുമല്ല. എ ആണ് ഉത്തരം, ഒരു ദിവസം കൂട്ടും. 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരി മാസത്തിന് 29 ദിവസങ്ങൾ ഉണ്ടാകുന്നു. കാരണം എന്ത്? ഒരു പരിക്രമണത്തിന് 365 ദിവസവും 6 മണിക്കൂറുമാണ് ആവശ്യമായി വരുന്നത്. ഒരു വർഷം 365 ദിവസങ്ങളുണ്ട്. ഓരോ വർഷത്തിലും അധികം വരുന്ന 6 മണിക്കൂർ 4 വർഷത്തിലൊരിക്കൽ ഒരു ദിവസമായി കണക്കാക്കുന്നു. അതുകൊണ്ടാണ് 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരി മാസത്തിന് 29 ദിവസങ്ങൾ ഉണ്ടാകുന്നത്.